രോഹിത് ശർമ്മയുടെ ഒരു അഭാവം നിങ്ങൾ നേരത്തെ പറഞ്ഞൊരു കാര്യം വലിയ ഘടകമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ രോഹിത് ശർമ്മയുടെ അഭാവം ഓർ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി മാറ്റി നിർത്തും. ക്യാപ്റ്റൻസി ഒരു ഘടകം തന്നെയാണ്. നമുക്കറിയാം കഴിഞ്ഞ ഇപ്പം 2024 കഴിഞ്ഞാലും കഴിഞ്ഞ പ്രാവശ്യം ആയാലൊന്നും പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ മുമ്പിക്ക് പറ്റിയിട്ടില്ല. ഇപ്പോൾ ഇത്തവണ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ഷേ രോഹിത് ശർമ്മ ഗ്രൗണ്ടിലുണ്ടെങ്കിലും അയാളുടെ എക്സ്പീരിയൻസ് ഒരു 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 സാന്നിധ്യം ഉണ്ടല്ലോ, ഒരു ലെജൻഡ് പ്ലെയറുടെ സാന്നിധ്യം ഒരു ടീമിലുണ്ടാകുമ്പോൾ ടീമിന് ഒരു മൊത്തത്തിൽ ആ ടീം യൂണിറ്റിന് അത് ഗുണകരമായി മാറാറുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ രോഹിത്തിൻ്റെ അഭാവം, പിന്നെ ഓപ്പണിംഗ് സ്ലോട്ടിൽ അദ്ദേഹം ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പോസിറ്റീവ് അപ്രോച്ച്, ഇത്തരം കാര്യങ്ങളെല്ലാം മുമ്പിക്ക് നഷ്ടമായിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എനിക്ക് അതിനകത്ത് പ്രധാനമായിട്ട് തോന്നുന്നത് ഈ ഹാർദിക് പാണ്ഡ്യ എന്നുള്ളൊരു ക്യാപ്റ്റനും ഇന്നലെ ഒരൊറ്റ ബൗളിംഗ് ചേഞ്ചിൽ മാത്രമാണ് ഹാർദിക്കിൻ്റെ തീരുമാനം ക്ലിക്കായി നമുക്ക് തോന്നിച്ചിട്ടുള്ളൂ. വേറെ ഒരു ഘട്ടത്തിലും ഹാർദിക്കിന് ടീമിൻ്റെ മേലൊരു ഒരു ക്യാപ്റ്റൻ എന്നുള്ള രീതിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഒരു ക്യാപ്റ്റനാണെന്ന് ഇതുവരെ തോന്നിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ചെന്നൈക്കെതിരെയുള്ള കളി ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോഴും ഒരു സൈഡിൽ സഞ്ജു എന്ന് പറയുന്ന ഒരു പ്ലെയറെ നിയന്ത്രിക്കുന്ന രീതിക്ക് കാര്യങ്ങൾ ഫീൽഡ് സെറ്റിലായി കഴിഞ്ഞാലും ബോളിംഗ് ചേഞ്ചിനൊന്നും ആ അർത്ഥത്തിൽ പറ്റിയിട്ടില്ല. ഈ കളിയിട്ട് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കണത് ഈ ഇപ്പം GTക്ക് വേണ്ടി 2 സീസണിൽ ഹാർദിക് പാണ്ഡ്യ എന്ന് പറയുന്ന ഒരു ക്യാപ്റ്റൻ നേടിയ വിജയം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടത്. പക്ഷേ ഞാനിപ്പോൾ പറയുന്നു അതിൻ്റെ എല്ലാം മാസ്റ്റർ ബ്രെയിൻ ആശിഷ് നെഹ്റ ആയിരുന്നു എന്ന് വിശ്വസിക്കാനാണ് എനിക്കിപ്പോൾ ഇഷ്ടം. കാരണം അല്ല, തീർച്ചയായും എനിക്ക് അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടം. കാരണം 3 സീസണായിട്ടും ഒരു തരത്തിലും ഒരു ക്യാപ്റ്റൻ എന്നുള്ള രീതിക്ക് പ്രൂവ് ചെയ്യാനോ ഇത്രയും ഇപ്പം സൂര്യകുമാർ യാദവ് അദ്ദേഹം ഈ ത്രൂ ഔട്ട് ഫോം ഔട്ടാണ്. അത് ഒരു ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് മാറാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല. അപ്പോൾ തിലക് വർമ്മേനെ പേടിപ്പിച്ച് ഫോമാക്കിയതാണ് ഹാർദിക് എന്നൊക്കെ പറഞ്ഞൊരു വേഷം വന്നു. പക്ഷേ തിലകിന് അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഈ അർത്ഥത്തിൽ ഇത്രയും പ്രതിഭകളായിട്ടുള്ള ഒരു കൂട്ടത്തെ കിട്ടിയിട്ട് അത് വെറും ആൾക്കൂട്ടമായിട്ട് ഗ്രൗണ്ടിൽ മാറുന്ന ഒരവസ്ഥ ഒരു ക്യാപ്റ്റൻ്റെ പരാജയമാണെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ മറ്റേ ചെന്നൈ ആയിട്ടുള്ള കളിയിൽ ലാസ്റ്റ് ഓവർ ശരിക്കും ഹാർദിക് ടേക്ക് എടുത്ത് ബോൾ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ഹാർദിക് ബോൾ ചെയ്യാൻ തയ്യാറായില്ല. അപ്പം ഇത്തരത്തിലൊരു ചില സമയത്ത് ഹാർദിക് അനാവശ്യമായിട്ടുള്ള എടുത്തിയാട്ടം കാണിക്കലുണ്ട് പല കാര്യങ്ങളിലും. ഇപ്പോൾ ഇന്നലെ ബാറ്റിങ്ങിൽ ക്ലിക്കായി എങ്കിൽ പോലും ഒരു ടീം യൂണിറ്റ് എന്നുള്ള രീതിക്ക് ഒരു ടീമിനെ കമ്പൈൻ ചെയ്ത് കൊണ്ടുപോകാൻ ഹാർദിക്കിന് പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരിസ് പറഞ്ഞ പോലെ ഈ സീസൺ കഴിയേണ്ട ആവശ്യമുണ്ടോ അദ്ദേഹത്തിന് ക്യാപ്റ്റൻസി മാറ്റാൻ എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം ഇത്രയും നല്ലൊരു ടീമിനെ കിട്ടിയിട്ട് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റാതെ പോകുന്നത് ഭയങ്കര ഖേദകരമായിട്ടുള്ളൊരു കാര്യമാണ്.